അങ്ങനെ പുലിമുരുകനും ലൂസിഫറിനും ശേഷം ലാലേട്ടൻ്റെ മൂന്നാമത്തെ 100 കോടി ക്ലബ്ബ് പിറന്നിരിക്കുകയാണ്. അതെ, L2 എമ്പുരാൻ 100 കോടി ക്ലബ്ബിൽ ഇടം നേടിയിരിക്കുകയാണ്. 2 ദിവസം കൊണ്ടാണ് സിനിമ ഈ ഒരു റെക്കോർഡ് നേടിയിരിക്കുന്നത്. ആദ്യ ദിനം 67 കോടിയോളം രൂപയായിരുന്നു സിനിമയ്ക്ക് വേൾഡ് വൈഡ് കളക്ഷൻ കിട്ടിയത്. രണ്ടാം ദിവസത്തെ കളക്ഷനും കൂടി കൂട്ടുമ്പോഴാണ് സിനിമ 100 കോടി ക്ലബ്ബിൽ ഇടം നേടിയിരിക്കുന്നത്. മോളിവുഡിലെ ഫാസ്റ്റസ്റ്റ് 100 കോർ ക്ലബ്ബായിട്ട് ഇപ്പോൾ എമ്പുരാൻ സിനിമ മാറിയിരിക്കുകയാണ്. ഇതിനു മുമ്പ് ഈ ഒരു റെക്കോർഡ് ആടുജീവിതം സിനിമയ്ക്കായിരുന്നു ഉണ്ടായിരുന്നത്. 9 ദിവസം കൊണ്ടായിരുന്നു ആടുജീവിതം സിനിമ 100 കോടി ക്ലബ്ബിൽ ഇടം നേടിയത്. ആശീർവാദ് സിനിമാസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഒഫീഷ്യൽ പോസ്റ്ററും ഇന്നലെ വന്നിട്ടുണ്ട്. ഇനി കേരളത്തിൽ മൂന്നാം ദിവസം സിനിമയുടെ ബുക്കിംഗ് സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ 6,68,00,000 എമ്പുരാൻ സിനിമയുടെ മൂന്നാം ദിവസത്തെ കേരള പ്രീസെയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ മൂന്നാം ദിവസവും കേരളത്തിൽ നല്ലൊരു കളക്ഷൻ തന്നെ ഉണ്ടാവും. എമ്പുരാൻ സിനിമയുടെ രണ്ടാം ദിവസത്തെ കൃത്യമായ വേൾഡ് വൈഡ് കളക്ഷൻ്റെ ഫിഗറൊന്നും വന്നിട്ടില്ല. വന്നാൽ ഉടനെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എത്ര ഡീഗ്രേഡിങ് നടന്നാലും സിനിമ നല്ലതാണെങ്കിൽ മലയാളികൾ ഏറ്റെടുക്കുന്നുള്ളൊരു എക്സാമ്പിൾ തന്നെയാണ് എമ്പുരാൻ. ഏതാനും കുറച്ച് ദിവസങ്ങൾക്കകം എമ്പുരാൻ സിനിമ 200 കോടി ക്ലബ്ബിലും ഇടം നേടും. എമ്പുരാൻ സിനിമയുടെ ഇതുപോലുള്ള ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കൊക്കെ ആയിട്ട് കാത്തിരിക്കുക.